അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ റാമിനെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. ഡെന്റൽ കോളേജിനെതിരെ ആരോപണവുമായി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും രംഗത്തെത്തിയിരിക്കുന്നതാണ്. PTA ജനറൽ ബോഡിയോ മറ്റ് യോഗങ്ങളോ കോളേജിൽ വിളിക്കാറില്ല. എല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുന്ന സംവിധാനമാണ് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതേസമയം ഡോക്ടർ റാമിനെതിരെ അന്വേഷണ സമിതിക്ക് പരാതി നൽകാനാണ് രക്ഷിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, അവിടെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് അഴിച്ചു വെച്ചുള്ള പ്രതിഷേധത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ പഠനവുമായി മുന്നോട്ട് പോകാനാവില്ല എന്ന സൂചനയാണ് വിദ്യാർത്ഥികൾ. ആ പ്രതിഷേധം വൈറ്റ് കോട്ട് അഴിച്ചു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരത്തിലേക്കാണ് വിദ്യാർത്ഥികൾ നീങ്ങിയിരിക്കുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഡോക്ടർ റാമിനെതിരെ നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതിൽ സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് മറ്റ് കലാലയങ്ങളിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സ്റ്റാഫ് റാഗിംഗ് എന്ന പ്രയോഗമാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് അല്ല അവരുടെ പ്രശ്നം, സ്റ്റാഫ് റാഗിംഗ് ആണ് അവിടെ നടക്കുന്നതെന്നുള്ളതാണ്. ജൂനിയർ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ സീനിയർ വിദ്യാർത്ഥികളാണ് ഏറ്റവും ആദ്യം പ്രതിഷേധ സ്വരമുയർത്തിയതും എന്നതും അറിയേണ്ടതാണ്. അർജുൻ കല്യാട് വിവരണം. അർജുൻ, ഇപ്പോൾ കോട്ട് അഴിച്ചു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഒരു സൂചനയാണത്, ഒരു സന്ദേശമാണ്. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങുമ്പോൾ രക്ഷിതാക്കളും അവിടെ എത്തിയിരിക്കുന്നു എന്നാണോ? ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി അന്വേഷണ സമിതിയുടെ തെളിവെടുപ്പിന് വരുന്ന ദിവസം കൂടിയാണ് അർജുൻ. സ്മൃതി, തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഡെന്റൽ അതുപോലെ തന്നെ മെഡിക്കൽ ഈ കോളേജിൻ്റെയും രണ്ട് കോളേജിലെയും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. നിതിൻ രാജിൻ്റെ മരണത്തോടുകൂടി തന്നെ അതിന് കാരണക്കാരനായിട്ടുള്ള അധ്യാപകൻ ഡോക്ടർ റാമിനെതിരെ കർശനമായ രീതിയിൽ നടപടി വേണം എന്നുള്ളതാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം വേണം, നീതി ലഭിക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളെല്ലാം പറഞ്ഞത്. ഈ പ്രതിഷേധ സൂചകമായി ഇവർ ഈ വൈറ്റ് കോട്ട് അഴിച്ചു വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവർ പറയുന്നത് ഈ വൈറ്റ് കോട്ട് എന്ന് പറയുന്നത് അവരുടെ രക്ഷിതാക്കളുടെ വിയർപ്പാണ്. ആ വിയർപ്പ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വിയർപ്പ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ കോട്ട് അവർ അഴിച്ചു വെക്കുകയാണ്. ആദ്യം അതിനകത്ത് കണ്ണീർ പൊടിഞ്ഞു, പിന്നീട് ചോര പൊടിയുന്ന കാഴ്ചയാണ് കണ്ടത് എന്നുള്ളതാണ് അവരെല്ലാം വളരെ വൈകാരികമായി തന്നെ പറയുന്നത്. ആദ്യം ഞങ്ങളിൽ ഒരാളുടെ ജീവൻ എടുത്തു, ഇനിയും എത്ര പേരുടെ ജീവൻ കൊടുക്കണം ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവാൻ എന്നുള്ളതാണ് പ്രധാനമായും ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ചോദിക്കുന്നത്. ഈ പ്രതിഷേധ സൂചകമായി നിങ്ങളിപ്പോൾ ഈ വൈറ്റ് കോട്ട് നിങ്ങൾ അഴിച്ചു വെക്കുകയാണ്. ഇതിനകത്തൊരു നീതി ലഭിച്ചാൽ മാത്രമേ ഇനി തിരിച്ച് ഈ കോട്ട് അണിഞ്ഞുകൊണ്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? അത് ഞങ്ങളുടെ ഉറച്ച തീരുമാനം അത് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ അച്ഛൻ്റെ അമ്മയുടെ വെറുപ്പുണ്ട്, ഞങ്ങളുടെ കണ്ണീരുണ്ട്, ഇന്നലെ വരെ ഉള്ള ഇന്നാണ് ഇതിൽ ചോര പൊടുന്നത്. അപ്പം ഇനിയും ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കളർ ചുമപ്പാകും. ഈ വെള്ളക്കോട്ടിന് ഒരു കാരണത്തിനും ഉപയോഗമില്ലാതെ ഇത് ചുമന്ന കോട്ടാകും. ഇത് വെള്ളക്കോട്ടായിട്ടിട്ട് ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഇപ്പോഴെങ്കിലും ഞങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. ഇത്ര നാളും ഞങ്ങൾ ശബ്ദം അടച്ചത് എന്താണെന്നുള്ളത് ഈ ഇത്ര ദിവസത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഞങ്ങൾ ഇത്രയും പേര് വന്ന അലിഗേഷൻസ് പറഞ്ഞിട്ടും സാറിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇത്രയും മീഡിയ അറ്റൻഷൻ ഉണ്ടായിട്ട് പോലും ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലാതെ ഒരു നോർമലായിട്ട് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറിനെതിരെ ഒരു അലിഗേഷൻസ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടൂടെ? നമുക്കൊരു പരാതി കൊടുക്കണമെങ്കിൽ തന്നെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പൽ ഓഫീസിലാണ്. അവിടെ നിന്നുള്ള നിലപാടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ളതായിരിക്കത്തില്ല. നമുക്കൊരു മാനേജ്മെൻറ്റ് ആരാണെന്ന് അറിയത്തില്ല. കുറേ ദിവസം കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇതുവരെയ്ക്കും നമുക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്നവരെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ഡിമാൻഡ്സ് അവർ അംഗീകരിക്കുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. ഞങ്ങൾ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സംഭവിച്ചിരിക്കുന്നത് വളരെ നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നറിയാം. ആ ഘട്ടത്തിലും മാനേജ്മെൻറ്റിൻ്റെ ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്ററൊക്കെ നിങ്ങൾ ചർച്ചയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ അവർ പോലും ഇതിനകത്തൊരു നീതിപൂർവമായിട്ടുള്ള പ്രതികരണം നിങ്ങളോട് നടത്തുന്നില്ല എന്നുള്ളത് കൂടി. അതെ അതെ അതാണ്. അവർ ഇതുവരേക്കും നമ്മൾ എന്തൊക്കെ ഡിമാൻഡാണ് വെച്ചിട്ടുള്ളത് അതിനൊന്നും അവർ ഒരു ആൻസർ നമുക്ക് ഇതുവരെയും തന്നിട്ടില്ല. നമുക്കത് വേണം. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളോട് വന്ന് സംസാരിക്കണം. അത് ഇനിയും അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല ശക്തമായിട്ടുള്ള ഇതുണ്ടാവും. പാരൻസൊക്കെ കുറേ പേരുടെ പാരൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് പരാതി പറയാൻ വേണ്ടിയാണോ? അതെ 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 പാരൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ആ കുട്ടിയുടെ മരിച്ച കുട്ടികളുടെ സഹപാഠികളുടെ പാരൻസ് വന്നിട്ടുണ്ട്. അവർക്കാണ് കുറച്ചും കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അവർ അതിന് ഫുൾ വില്ലിംഗ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. റാമിനെ പുറത്താക്കണമെന്ന ആവശ്യം രക്ഷിതാക്കളും അവിടെ എത്തിയിരിക്കുന്നു. കോട്ടഴിച്ചു വെച്ചിട്ടുള്ള പ്രതിഷേധമാണ്. ഡോക്ടർ റാമിനെ പുറത്താക്കിയ ശേഷം മാത്രമേ കോട്ടണിയൂ എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്.